ദിവസങ്ങൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ഇപ്പോൾ അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ഖത്തർ, തുർക്കി രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ദോഹയിലായിരുന്നു ചർച്ച നടന്നത്. ആ ചർച്ചയിലാണ് വെടിനിർത്തലിന് ധാരണയായത്. ഇരു രാജ്യങ്ങളെയും സംബന്ധിച്ച് പ്രതിരോധ മന്ത്രിമാരാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. അപ്പം ഇത് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ എന്ത് പ്രതീക്ഷയാണ് നൽകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ്. ആ തീരുമാനം എടുത്തിരിക്കുന്നു. ഇനി എങ്ങനെ അത് തീരുമാനമാക്കും എന്നൊക്കെയാണ് ദോഹയിലെ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ധന്യ, ഈ അഫ്ഗാനിസ്ഥാന്റെയും അതുപോലെ പാകിസ്ഥാന്റെയും അതിർത്തിയുമായി ബന്ധപ്പെട്ട സംഘർഷം അത് കുറച്ച് ഒരാഴ്ചയായി, ഏകദേശം 10 ദിവസമായി സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ആദ്യ ദിവസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ നിർണായകമായ തീരുമാനമുണ്ടായി, അഥവാ വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ദോഹയിൽ 1-ാം ദിനത്തെ ചർച്ചയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായി. ഈ കരാറിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അഫ്ഗാന്റെ ഭാഗത്ത് നിന്ന് ഏതൊരു തരത്തിൽ പാകിസ്ഥാനിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന തഹരീക്കെ താലിബാനെ പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനത്തിന് ഒരുവിധ സപ്പോർട്ടും പിന്തുണയും കൊടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അത് അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നു. അതുപോലെ അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് മേൽ ഇനി പാകിസ്ഥാൻ ആക്രമണം ഉണ്ടാകില്ല എന്ന് പാകിസ്ഥാനും അംഗീകരിക്കുന്നു. ഇങ്ങനെ പ്രധാനമായ 2 നിർണായക സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ഇതാണ് ഈ കരാറിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ കരാറിന് പിന്നാലെ ഇനി തുടർ ചർച്ചകൾ കൂടിയുണ്ട്. ഒക്ടോബർ 25-ന് തുർക്കിയിലെ ഇസ്താംബുളിലാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ. ഈ മേഖലയിലെ ശാശ്വതമായ സമാധാനത്തിന് വേണ്ടി, സുസ്ഥിരതയ്ക്കും വേണ്ടി ഒരു നിർണായക ചുവടാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ഈ കരാർ എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതിൽ 2 ഭാഗത്തെയും രാജ്യങ്ങളിൽ നിന്ന് പ്രതിരോധ മന്ത്രിമാരാണ് പങ്കെടുത്തത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മുഹമ്മദ് യാക്കൂബ് മുജാഹിദും അതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധ മന്ത്രി ഖാജ മുഹമ്മദ് ആസിഫുമാണ് പങ്കെടുത്തത്. ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളാണ് ദോഹയുടെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിലുള്ള ഡ്യൂറാൻ എന്ന് പറയുന്ന ഒരു അതിർത്തിയുണ്ട്. ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കമാണ്. അഥവാ ഈ ഡ്യൂറാൻ ലൈൻ ബ്രിട്ടീഷുകാരിൽ നിന്ന് തങ്ങൾ പൈതൃകമായി നേടിയതാണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും അഫ്ഗാനിസ്ഥാൻ ഈ അതിർത്തി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് നടത്തിയ ഓൺലൈൻ വാർത്താ സമ്മേളനത്തിൽ കൂടി അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി യാക്കൂബ് മുജാഹിദ് സമാധാനത്തിലേക്കുള്ള വഴിയായി തന്നെയാണ് നോക്കിക്കാണുന്നതും. താങ്ക് യു അബ്ബാസ് അഫ്താബ് ഷിനോജ്.